കഴിഞ്ഞ ദിവസം ഒരു ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ടൊരു ട്രയാങ്കിൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി വരയ്ക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. ഒരു തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമാപാർശ്വ ത്രികോണം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം പേജ് 11 എക്സസൈസ് ചെയ്യാനുള്ള വർക്കായിരുന്നു തന്നിരുന്നത്. ആ എക്സസൈസുകൾ ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ വർക്ക് നമ്മൾ നോക്കുകയാണ്. പേജ് 11 ചോദ്യങ്ങൾ നോട്ട്ബുക്കിൽ പകർത്തി എഴുതി അതിൻ്റെ ആവശ്യമായ ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അത് വരച്ചവർ അവർക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. ഇവിടെ എങ്ങനെയാണ് വരയ്ക്കുന്നവർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. വളരെ ശ്രദ്ധയോടെ കണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ളൊരു അവസരമായിട്ട് ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പേജ് 11 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കാണുന്ന ത്രികോണം നോട്ട്ബുക്കിൽ വരയ്ക്കുക. ത്രികോണം എ ബി സിയിൽ എ ബി 7 സെൻറ്റിമീറ്റർ, എ സി 5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ആംഗിൾ എ 60 ഡിഗ്രി ആയിരിക്കണം. കോൺ എയുടെ അളവ് 60 ഡിഗ്രി ആയിരിക്കണം. അതിനുശേഷം ഇതേ പരപ്പളവുള്ള ത്രികോണം എ ബി സിയുടെ പരപ്പളവ് തുല്യമായ പരപ്പളവുള്ള 3 ത്രികോണങ്ങൾ എ ബി പി, ബി സി ക്യു, സി എ ആർ ഇവിടെ വരയ്ക്കണം. അതിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന അളവുകളാണ് വരയ്ക്കേണ്ടത്. അതിൽ ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയിരിക്കണം, ആംഗിൾ ബി സി ക്യു 60 ഡിഗ്രി ആയിരിക്കണം, ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആയിരിക്കണം. അതായത് ഡ്രോ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ അളവ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. Draw triangles ABP, BCQ and CAR of the same area with the measurements given below. Angle BAP 90 degree, angle BCQ 60 degree, angle ACR 30 degree. എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന അളവിലുള്ള ത്രികോണം എ ബി സി ആണ്. ഇവിടെ എ ബിയുടെ അളവ് 7 സെൻറ്റിമീറ്റർ ആണ്. എ സിയുടെ അളവ് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ കോൺ എയുടെ അളവ് 60 ഡിഗ്രിയാണ്. നമുക്ക് ഇതേ പരപ്പളവുള്ള ത്രികോണം ബി എ പി, ബി എ, 2 ശീർഷങ്ങൾ നമുക്കറിയാം. ബി എ ആണ്. മൂന്നാമത്തെ ശീർഷം കാണണം ബി എ പി. ഇപ്പോൾ ബി എ പിയുടെ അളവ് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ ശരിക്ക് ബി എക്ക് ലംബമായിട്ടായിരിക്കണം എ പി വരേണ്ടത്. ഓക്കെയാണ്. ഇതേ പരപ്പളവായിരിക്കണം. ത്രികോണം എ ബി സിയുടെ അതേ പരപ്പളവുമായിരിക്കണം. അതേ പരപ്പളവ് കിട്ടാൻ എന്ത് ചെയ്യാം? നമുക്കറിയാം ഇത് എ ബി ആയിരിക്കും. ഇവിടെ പാദവശം അല്ലെങ്കിൽ ബേസ് എ ബി ആണ്. അപ്പോൾ എ ബിക്ക് സമാന്തരം വരച്ചാൽ മതി. നമുക്കറിയാം സമാന്തരം പാരലൽ വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. സെറ്റ് സ്ക്വയറിൻ്റെ ലംബവശങ്ങളിൽ ഒന്ന് എ ബിയോട് ചേർത്ത് വെക്കുക. മറ്റേ ലംബവശത്ത് നമ്മുടെ സ്കെയിൽ ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം സെറ്റ് സ്ക്വയർ ഇങ്ങനെ മെല്ലെ തിരിക്കുന്നു. തിരിച്ച് നമുക്ക് സി വരെ കൊണ്ടുപോയാൽ മതി. സി വരെ ഇവിടെ എത്തി. സിയിൽ എത്തിക്കഴിഞ്ഞാൽ സിയിലൂടെ വരയ്ക്കുക. നമുക്ക് ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു 90 ഡിഗ്രി കോൺ വരയ്ക്കണം. അതിന് ഈ പ്രൊട്രാക്ടർ ഉപയോഗിക്കുക. പ്രൊട്രാക്ടറിൻ്റെ മധ്യബിന്ദു ശരിക്കും എയോട് ചേർത്ത് വെക്കുക. 90 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ അളക്കാം. 40, 50, 60, 70, 80, 90 90 ഡിഗ്രി ഇവിടെ കറക്റ്റ് വെച്ചു. ഇത് ലംബമായി. ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തുക. പോയിന്റായി. ഇതായി വരാം. ഇത് ലംബമാണ്. അപ്പോൾ ഈ പോയിന്റിന് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. പി എന്ന് പേര് കൊടുക്കും അല്ലേ? പി അല്ല, തന്നിരിക്കുന്നതനുസരിച്ച് പേര് കൊടുക്കാം. ഇതാണ് പി. അപ്പോൾ പി എ ബിയുടെ അളവ് 90 ഡിഗ്രിയാണ്. ഇനി പിയും ബിയും കൂടെ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ത്രികോണം, ആദ്യത്തെ ത്രികോണം പൂർത്തിയായി.
നമ്മുടെ ഈ ചുവന്ന ത്രികോണം, വെള്ള ത്രികോണം എ ബി സിയും ചുവന്ന ത്രികോണം എ പി ബിക്കും ഒരേ പരപ്പളവാണ്. കൂടാതെ ആംഗിൾ ബി എ പി 90 ഡിഗ്രിയുമാണ്. നമുക്ക് രണ്ടാമത്തെ ത്രികോണം വരയ്ക്കാം. ബി സി ക്യു 60 ഡിഗ്രിയാണ് വേണ്ടത്. ബി സി ക്യുവിൻ്റെ അളവ് 60 ഡിഗ്രിയാണ് വേണ്ടത്. ബി സി ക്യു എന്ന ത്രികോണത്തിന് ബിയും സി ഇവിടെ ഉണ്ട്, ബി സി ഉണ്ട്. നമുക്ക് മൂന്നാമത്തെ ശീർഷമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം മൂന്നാമത്തെ സെൻറ്റർ പരപ്പളവ് മാറാത്തത് കൊണ്ട് എ ബി സിയുടെ അതേ പരപ്പളവാണ് ബി സിക്ക് വേണ്ടത്. അതുകൊണ്ട് എ ബി സിയുടെ അതേ പരപ്പുള്ള ത്രികോണം വരയ്ക്കണമെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ശീർഷം ഈ ബി സിക്ക് സമാന്തരമായി എയിലൂടെ വരയ്ക്കുന്ന വരയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആദ്യം എയിലൂടെ ബി സിക്ക് സമാന്തരം വരയ്ക്കാം. നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ ബി സിയോട് ചേർത്ത് വെക്കുക, ലംബവശത്തോട് ചേർത്ത് വെക്കുക. ആദ്യം സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ബി സിക്ക് സമാന്തരം വരയ്ക്കേണ്ടത്. ഇപ്പോൾ ബി സിയോട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു ലംബവശം ചേർത്ത് വെക്കുക, മറ്റേ ലംബവശത്ത് സ്കെയിൽ ചേർത്ത് വെക്കുക. ഇനി നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്യുക. സ്കെയിലിൻ്റെ സൈഡിലൂടെ സ്കെയിൽ അനക്കരുത്, മെല്ലെ നീ മൂവ് ചെയ്ത് കറക്റ്റ് സ്കെയിൽ അനക്കാൻ പാടില്ല. അനക്കാതെ ചെറിയ ചലനം ചലിക്കാതെ മാറ്റിക്കൊണ്ട് ഇനി ശരിക്ക് ചേർത്ത് വെക്കുക. കറക്റ്റായിട്ട് ഉറപ്പിക്കുക. കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, നല്ല പാരലൽ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വരയ്ക്കാം. ഇനി നമുക്കിവിടെ കണ്ടീഷൻ എന്താണെങ്കിൽ ബി സി ക്യു 60 ഡിഗ്രി ആയിരിക്കണം. ബി സി ക്യു 60 ഡിഗ്രി ആയിരിക്കണം. അതിന് നമുക്ക് വീണ്ടും ഇവിടെ പ്രൊട്ടക്ടർ ഉപയോഗിക്കാം. സി എന്ന ശീർഷത്തിലാണ് നമ്മുടെ 60 ഡിഗ്രി വേണ്ടത്. അതുകൊണ്ട് ബി സിയിൽ ചേർത്ത് വെക്കുന്നു. മധ്യബിന്ദു സിയിലൂടെ ചേർത്ത് വെച്ചു. ഇവിടെ നല്ലോണം വശമൊക്കെ ചേർത്ത് വെക്കുക. ഇനി 60 ഡിഗ്രിയാണ് വേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് അളക്കുക. ബിയിലാണ് ബി സി ക്യു. അപ്പോൾ 10, 20, 30, 40, 50, 60 ഡിഗ്രിയാണ് വരുന്നത്. 60 ഡിഗ്രി കറക്റ്റ് കിട്ടി. ഇവിടെ നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. സ്കെയിൽ വെച്ച് ഇതും യോജിപ്പിക്കാം. ഈ കോണ് 60 ഡിഗ്രിയാണ്. ഈ പോയിന്റ് ഇതാണ് നമ്മുടെ ബി സി ക്യു ആണ്. ഈ പോയിൻ്റാണ് ക്യു. ഈ സമാന്തര വശത്തെ ഈ ആംഗിൾ വെച്ച് കൂട്ടിവിടുന്നത് എന്താണ് ബി സി ക്യു. ഇതും ബിയും കൂടെ യോജിപ്പിച്ചാൽ മതി. ഒക്കെ അടുത്ത ത്രികോണം കിട്ടിക്കഴിഞ്ഞു. ബി സി ക്യുവിന് എ ബി സിയുടെ അതേ പരപ്പളവാണ്. കാരണം രണ്ടിൻ്റെയും ബേസ് ബി സി തന്നെയാണ്. കൂടാതെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ 60 ഡിഗ്രി കിട്ടുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ത്രികോണം കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ത്രികോണമാണ് വരയ്ക്കേണ്ടത്. ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആകണം. എ സി ആർ നോക്കൂ, എ സി എന്ന വശം ഇതാണ്. അപ്പോൾ ആർ എന്ന ബിന്ദു, മൂന്നാമത്തെ ബിന്ദു ഇവിടെ ഈ സൈഡിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ അതേ പരപ്പളവ് വേണമായതുകൊണ്ട് എ ബി സിയുടെ അതേ പരപ്പളവ് വേണ്ടതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, എ സിക്ക് പാരലായിട്ട് ബിയിലൂടെ ഒരു വര വരയ്ക്കുകയും ഇവിടെ ആംഗിൾ കറക്റ്റ് എടുക്കുകയും ചെയ്താൽ മതി. അപ്പോൾ നോക്കുക, എ സിക്ക് സമാന്തരം വരയ്ക്കാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. സ്ക്വയറിൻ്റെ ലംബവശങ്ങളൊന്ന് എ സിയോട് ചേർത്ത് വെച്ചു, മറ്റേ വശത്ത് നമ്മുടെ സ്കെയിൽ ഉറപ്പിച്ചു. സെറ്റ് സ്ക്വയറിൻ്റെ ലംബവശങ്ങളൊന്ന് എ സിയോട് ചേർത്ത് വെച്ചു, മറ്റേ വശത്ത് സ്കെയിൽ ചേർത്ത് വെച്ചു. അതിനുശേഷം സെറ്റ് സ്ക്വയർ തിരിച്ചു. സ്ക്വയറിൻ്റെ ലംബവശം ഇതിലൂടെ ഇങ്ങനെ നീക്കുക. കറക്റ്റ് ബിയിലെത്തുന്നത് വരെ. ഇതാണ് എ സിക്ക് സമാന്തരമായിട്ട് വരച്ച വര. നമുക്ക് ആംഗിൾ എ സി ആർ 30 ഡിഗ്രി ആയിരിക്കണം. എ സി ആർ ആണ് 30 ഡിഗ്രി. അപ്പോൾ സിനോട് ചേർത്ത് വെച്ചു. ഈ ആംഗിൾ ഇവിടെ 30 ഡിഗ്രി എടുക്കണം. 20, 30 ഡിഗ്രി. ഇത് അവിടെ വരും 30 ഡിഗ്രി. 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. വരാൻ നീട്ടി വരച്ചു. നമുക്ക് എ സി ആർ എന്ന ബിന്ദു കണ്ടുപിടിക്കണം. ആംഗിൾ എ സി ആർ 30 ഡിഗ്രിയാണ് വേണ്ടത്. നമുക്കവിടെ ഒരു 30 ഡിഗ്രി ഉണ്ടാക്കണം. ഈ വര നമുക്ക് കുറച്ചങ്ങ് നീട്ടി വരച്ചു. എ സി ആർ
ആർ എന്ന ബിന്ദുവിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കണം. അതിന് എ സിയുമായിട്ട് സി ആർ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കണം. 20, 30 എയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എ സി ആർ ഇപ്പോൾ 30 ഡിഗ്രിയാണ് ഇവിടെ. ഇത് തമ്മിൽ ഈ സമാന്തര വരയും ഈ കോണും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ വര കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. എയും ആറും കൂടി യോജിപ്പിച്ചു. ഇപ്പോൾ എ സി ആറും ത്രികോണം എ ബി സിക്കും ഒരേ പരപ്പളവാണ്. കാരണം രണ്ടിൻ്റെ പാദം എ സി ആണ്. മൂന്നാമത്തെ ശീർഷം ഈ സമാന്തര വരയിലാണ്, എ സിക്ക് സമാന്തരമായ പാരലായ വരയിലാണ്. കൂടാതെ ഈ ആംഗിൾ 30 ഡിഗ്രിയുമാണ്. അപ്പം നമ്മുടെ 3 ത്രികോണങ്ങളും പൂർത്തിയായി. ശ്രദ്ധിച്ച് നോട്ട്ബുക്കിലേക്ക് വരച്ച് പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യം പരിഗണിക്കാം. ഒരു വൃത്തം വരച്ച് അതിലെ 2 ബിന്ദുക്കളും വൃത്തകേന്ദ്രവും മൂലകളായി ഒരു ത്രികോണം വരയ്ക്കുക. ത്രികോണത്തിൻ്റെ ഒരു ശീർഷം വൃത്തകേന്ദ്രമായിരിക്കണം, മറ്റ് 2 ശീർഷങ്ങൾ വൃത്തത്തിലെ ബിന്ദുക്കളായിരിക്കണം. ഇതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എല്ലാ മൂലകളും വൃത്തത്തിൽ തന്നെയായി വരയ്ക്കുക. ഇതാണ് ചോദ്യം. ഡ്രോ എ സർക്കിൾ ആൻഡ് എ ട്രയാങ്കിൾ വിത്ത് 1 vertex at the center of the circle and the other 2 on the circle. Draw another triangle of the same area with all 3 vertices on the circle. നമുക്ക് ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിൻ്റെ കേന്ദ്രം സി ആണ്. വൃത്തത്തിലെ 2 ബിന്ദുക്കളാണ് എ ബി. നമ്മുടെ എ ബി സി എന്ന ത്രികോണത്തിൻ്റെ 3 ശീർഷങ്ങളിൽ സി എന്ന ശീർഷം വൃത്ത കേന്ദ്രം തന്നെയാണ്. മറ്റ് 2 ശീർഷങ്ങൾ എയും ബിയും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. നമുക്ക് ഇതേ പരപ്പളവുള്ള ഇതേ ഏരിയയുള്ള ത്രികോണം എ ബി സിയുടെ അതേ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷേ 3 വെർട്ടെക്സുകളും വൃത്തത്തിൽ തന്നെ ആയിരിക്കണം. എയും ബിയും വൃത്തത്തിലാണ്. ഇപ്പോൾ 3ാമത്തെ ശീർഷവും കൂടി വൃത്തത്തിലായിരിക്കണം. അപ്പോൾ എ ബിക്ക് പാരലായിട്ട് നമുക്ക് സിയിലൂടെ ഒരു വരയ്ക്കാം. ഈ ബിന്ദു ഇപ്പോൾ നമുക്ക് ഈ സമാന്തരം സർക്കിളിനെ കട്ട് ചെയ്യുന്ന ബിന്ദു പി എന്ന് എടുക്കുകയാണെങ്കിൽ പിയും നോക്കൂ, ഈ 2 ട്രയാങ്കിളിന് പ്രത്യേകത ഒരേ പരപ്പളവാണ്, ഒരേ ഏരിയയാണ്. കൂടാതെ രണ്ടാമത് വരച്ച ട്രയാങ്കിളിൻ്റെ 3 ശീർഷങ്ങൾ 3 വെർട്ടെക്സുകൾ എ ബി പി വൃത്തത്തിലാണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേതുപോലുള്ള ഒരു ചിത്രം നമുക്ക് വരയ്ക്കാൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. 2 വശങ്ങളുടെ നീളം 8-6 സെൻറ്റിമീറ്ററും പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററുമായ എത്ര ത്രികോണം വരയ്ക്കാം? പരപ്പളവ് 24 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാലോ എന്നാണ് ചോദ്യം. അതായത് ഹൗ മെനി ഡിഫറെൻറ്റ് നോൺ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് ക്യാൻ യു ഡ്രോ വിത്ത് 2 സൈഡ്സ് 8 and 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? വാട്ട് ഇഫ് ദ ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്? നമുക്കറിയാം ഇവിടെ ഏരിയ 12 ആകണം. ഏരിയ 12, പരപ്പളവ് 12 ആകണം. ഏരിയ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ബി എച്ച് ആണ്. പാദത്തിൻ്റെയും ഉന്നതിയുടെയും ഗുണനഫലത്തിൻ്റെ പകുതി 12 ആയിരിക്കണം. അതായത് ബി ഇൻറ്റു എച്ചിൻ്റെ പകുതി 12 ആയിരിക്കണമെങ്കിൽ ബി ഇൻറ്റു എച്ച് 24 ആയിരിക്കണം. അതായത് പാദത്തെ ഉന്നതി കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടണം. അപ്പോൾ ഇവിടെ പാദം 8 എടുക്കുകയാണെങ്കിൽ 24 കിട്ടണമെങ്കിൽ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. പാദം 6 എടുക്കുന്നതെങ്കിൽ ഉന്നതി 4 കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. 8 × 3 24, 6 × 4 24. അപ്പോൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരച്ച് നോക്കാം. ചിത്രത്തിലേക്ക് നോക്കുക. ചിത്രത്തിൽ
ഈ ത്രികോണത്തിൻ്റെ പാദവശം 8 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഉന്നതി നമുക്ക് ചിത്രം നോക്കിയൊക്കെ അറിയാം 3 സെൻറ്റിമീറ്റർ ആണെന്ന്. 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ശീർഷത്തിലൂടെ ഒരു സമാന്തര വര, ഒരു പാരലൽ ലൈൻ വരച്ചിരിക്കുകയാണ്. ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി ബി ഇൻറ്റു എച്ച്. 1/2 ഇൻറ്റു 8 ഇൻറ്റു 3, 8 ഇൻറ്റു 3 24, 24ൻ്റെ പകുതി 12 ആണ്. ഈ ത്രികോണത്തിൻ്റെ വിവരം 12 ആണ്. നമ്മുടെ ചോദ്യം വശങ്ങൾ 8ഉം 6ഉം ആണ്. ഒരു വശം 8 ആണ്, മറ്റേ വശം 6 ആകണം. നമുക്ക് ഒരു വശം 8ഉം ഒരു വശം 6ഉമായ ഒരു ത്രികോണം പരപ്പളവ് 12 ആകണം. ഈ വശം 8 ആണ്. ഇതിന് 3 സെൻറ്റിമീറ്റർ അകലത്തിലൂടെ ഒരു സമാന്തര വര വരച്ചു കഴിഞ്ഞാൽ ഈ ത്രികോണം നമുക്ക് ഉന്നതി 3 എന്ന് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് മറ്റേ വശമാണ് കിട്ടണം. മറ്റേ വശം 6 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ആ സർക്കിള് ഇവിടെ 2 പോയിന്റിനെയാണ് കട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് ലൈൻ വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇതാണ്. ഇവിടെ ഒരു ത്രികോണം കിട്ടി. അടുത്ത പോയിന്റ് ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. രണ്ട് ത്രികോണങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങൾ രണ്ട് വ്യത്യസ്ത ത്രികോണങ്ങൾ, തുല്യ ത്രികോണമല്ല എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ വശം ആറാണ്. ഇതിൻ്റെ വശം 6 ആണ്. ഇതിൻ്റെ വശം 4.11 ഇതിൻ്റെത് 13.53 കിട്ടുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളല്ല, കോൺഗ്രന്റ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് അല്ല എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ വശങ്ങൾ 6, 8, 13.53 ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ 6, 8, 4.11. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ത്രികോണങ്ങളെ വരയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് വരയ്ക്കേണ്ട ത്രികോണത്തിൻ്റെ വശങ്ങൾ 8, 6 ആയിരിക്കണം. പരപ്പളവ് 24 ആകണം. പരപ്പളവ് 24 ആകണമെങ്കിൽ പാദം 8ഉം ഉന്നതി 6ഉം ആകണം. 8 × 6 48, 48ൻ്റെ പകുതി 24. അതായത് ഹാഫ് ബി എച്ച് 24 കിട്ടണമെങ്കിൽ ബി ഇൻറ്റു എച്ച് അതിൻ്റെ ഇരട്ടി 48 ആകണം. അപ്പോൾ പാദം 8 ആയതുകൊണ്ട് ഉന്നതി തീർച്ചയായിട്ടും 6 ആകണം. പക്ഷേ ഇവിടെ നമ്മൾ ഉന്നതി 6 വരച്ച് ഇതിലൂടെ സമാന്തരം വരച്ച് കഴിഞ്ഞു. സമാന്തരം വരച്ചാൽ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഈ വശങ്ങൾ 8ഉം 6ഉമായിട്ട് ഒരേ ഒരു ത്രികോണം മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇതിലെ വേറെ പൊസിഷൻ മാറ്റിയാൽ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവെക്കാം. അപ്പോൾ അതിൽ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണമാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരേ ഒരു ത്രികോണം മാത്രമേ, തുല്യമല്ലാത്ത ഒരു ത്രികോണം മാത്രമേ വരയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. പുസ്തകത്തിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5th one. In the picture below, the lines parallel to each side of the blue triangle through the opposite vertex are drawn to make the big triangle. How many triangles in the picture have the same area as that of the blue triangle? How many of them have the same measures of the blue triangle? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ചിത്രത്തിലെ നീല ത്രികോണം, നടുക്കുള്ള ഈ നീല ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരം വരച്ച് ആ സമാന്തരങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായതാണ് മഞ്ഞ ത്രികോണം. ചിത്രത്തിലെ നീല ത്രികോണത്തിൻ്റെ ഓരോ വശത്തിനും എതിർമൂലയിലൂടെ സമാന്തര വര വരച്ചാണ് വലിയ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്.
ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ അതേ പരപ്പളവുള്ള വേറെ എത്ര ത്രികോണങ്ങളുണ്ട്? അവയിൽ എല്ലാ അളവുകളും നീല ത്രികോണത്തിന് തന്നെ ആയ എത്ര എണ്ണമുണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. ചിത്രത്തിൽ ശ്രദ്ധിക്കുക, ഒരു നീല ത്രികോണമുണ്ട് നടുക്ക്. ആ നീല ത്രികോണത്തിന്റെ വശങ്ങൾക്ക് ഈ വശത്തിന് ഇതിലൂടെ സമാന്തരം വരച്ചു, ഈ വശത്തിന് ഇതിലൂടെ സമാന്തരം വരച്ചു, അതുപോലെ ഈ വശത്തിനും സമാന്തരം വരച്ചു. ഈ മൂന്ന് വശങ്ങൾക്ക് സമാന്തരം വരച്ച് അവ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ പുറത്തെ വലിയ മഞ്ഞ ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യം, ഈ നീല ത്രികോണത്തിന് തുല്യപരപ്പുള്ള അതേ ഏരിയയുള്ള എത്ര ത്രികോണങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട് എന്നാണ്. നമുക്ക് നോക്കാം. ഈ വശം, നീല ത്രികോണത്തിൻ്റെ ഈ വശത്തിന് സമാന്തരമാണ് ഈ വശം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിന്ദുക്കളെ ഈ പാദവുമായിട്ട് ഇവിടെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ യോജിപ്പിച്ച് ഇവിടെ ത്രികോണം കിട്ടും, ഇവിടെ യോജിപ്പിച്ച ഒരു ത്രികോണം കിട്ടും. ഈ രണ്ട് ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും. ഇവിടെ കണ്ടോ, ഒരു ചുവന്ന ത്രികോണം ഇതാക്കും, ഇതിലിങ്ങനെ ഒരു ത്രികോണം കിട്ടുന്നു. അല്ലെങ്കിൽ ഈ ചുവന്ന ത്രികോണത്തിൻ്റെ നീല ത്രികോണത്തിൻ്റെയും ബേസ് ഇത് തന്നെയാണ്. കൂടാതെ ഇതിൻ്റെ മൂന്നിൻ്റെ ശീർഷങ്ങൾ ബേസിന് പാരലായ ലൈനിലാണ്. അതുകൊണ്ട് ഈ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ ഏരിയ ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ പാദം ഈ വശം എടുക്കുന്നതായിരിക്കാം. നോക്കാം, നമുക്ക് ഈ വശം എടുത്താൽ ഇവിടെയും ഇതുപോലെ തന്നെ ഇതാണ് ബേസായിട്ട് എടുത്തത്. ബേസിന് പാരലാണ് ഈ ലൈൻ. ഈ ത്രികോണങ്ങളുടെ എല്ലാം ബേസ് ഈക്വലാണ്. ഈ മൂന്ന് ത്രികോണം, ഈ പിങ്ക് ത്രികോണം, ഈ നീല ത്രികോണം, ഈ പിങ്ക് ത്രികോണം, ഇതിൻ്റെ ബേസ് ഈക്വലാണ്. മൂന്നാമത്തെ ശീർഷങ്ങൾ ബേസിന് പാരലായ ലൈനിലാണ്. അതുകൊണ്ട് ഈ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവ് ഏരിയ ഈക്വലാണ്. നീല ത്രികോണത്തിൻ്റെ പരപ്പളവിന് തുല്യമാണ് ഈ പിങ്ക് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ. അതുപോലെ നമുക്ക് ബേസായിട്ട് ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ നോക്കുക, ഇതിന് പാരലാണിത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും രണ്ട് ത്രികോണങ്ങൾ കിട്ടി, രണ്ട് പച്ച ത്രികോണങ്ങൾ. അവയുടെയും നീല ത്രികോണത്തിൻ്റെയും ബേസ് ഈക്വലാണ്. മൂന്നാമത്തെ വെർട്ടെക്സ് ബേസിന് പാരലായ ലൈനിലാണ്. അതുകൊണ്ടും ഈ മൂന്ന് ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ്. അപ്പോൾ നീല ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള 6 ത്രികോണങ്ങൾ നമുക്ക് ലഭിച്ചു. ആദ്യം 2 ചുവന്ന ത്രികോണങ്ങൾ, അതിനുശേഷം 2 പിങ്ക് ത്രികോണങ്ങൾ, അതിനുശേഷം 2 പച്ച ത്രികോണങ്ങൾ. അങ്ങനെ 6 ത്രികോണങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇത് കൂടാതെ ശ്രദ്ധിക്കുക, ഇവിടെ ചിത്രത്തിലൂടെ നോക്കുക, ഈ നീല ത്രികോണവും ഈ ലൈറ്റ് ബ്ലൂ ത്രികോണവും കൂടെ ചേരുമ്പോൾ നോക്കുക, ഈ വശവും ഈ വശവും സമാന്തരമാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ വശത്തിന് സമാന്തരം വരച്ചിട്ടാണ് ത്രികോണം ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ വശത്തിന് സമാന്തരമാണ് ഇത്. അതായത് ഓപ്പോസിറ്റ് സൈഡ് പാരലാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഇവിടെ ഈ സൈഡും പാരലാണ്, ഈ സൈഡും പാരലാണ്. സോ ദിസ് ഈസ് എ പാരലോഗ്രാം. ദിസ് സാമാന്തരികമാണ്. ഇതൊരു സാമാന്തരികമാണ്. ദിസ് ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ ഡയഗണൽ വികരണം അതിനെ 2 ഈക്വൽ ട്രയാങ്കിൾസായി ഡിവൈഡ് ചെയ്ത് 2 തുല്യ ത്രികോണങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ ട്രയാങ്കിളും നീല ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ളതാണ്. അതേപോലെ തന്നെ ഈ സൈഡ് നമുക്ക് എടുക്കാം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ 2 ത്രികോണങ്ങളും ഈ ബ്രൗൺ ത്രികോണവും നീല ത്രികോണവും തുല്യമാണ്. രണ്ടാമത്തെ ഒരു ത്രികോണം കൂടെ കിട്ടി. വീണ്ടും നമുക്ക് ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു പിങ്ക് ത്രികോണം കൂടെ കിട്ടി. അപ്പോൾ വീണ്ടും ഇവിടെ 1, 2, 3 ഈ ത്രികോണങ്ങളുടെ പരപ്പളവും നീല ത്രികോണത്തിൻ്റെ പരപ്പളവിന് ഏരിയയ്ക്ക് തുല്യമാണ്. അപ്പോൾ ആദ്യം 6 എണ്ണം, ഇപ്പം 3 എണ്ണം. അങ്ങനെ 9 ത്രികോണങ്ങൾ നീല ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. വളരെ മനോഹരമായ ചോദ്യമാണ്. നിങ്ങൾ വ്യത്യസ്ത ത്രികോണങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരച്ച് സ്കെച്ച് പെന്നോ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ച് നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കുക. അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ ഭംഗിയായിട്ട്, അവധിക്കാലമാണ്, നല്ലൊരു ചാർട്ട് വാങ്ങിയിട്ട് ചാർട്ടിൽ ഭംഗിയായിട്ട് ഈ ചിത്രങ്ങൾ, ഈ 9 വ്യത്യസ്ത ചിത്രങ്ങൾ വരയ്ക്കുക. നല്ല ഒരേ ചാർട്ടിൽ നല്ല വൃത്തിയായിട്ട് വരച്ച് കളറൊക്കെ കൊടുത്ത് വെക്കുക. നോട്ട്ബുക്കിൽ കഴിയുന്നത്രയൊക്കെ അവർ വരച്ച് വെക്കുക. നല്ലൊരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. പ്രൂവ് ദാറ്റ് ദ 2 triangles shown below have the same area. ചിത്രത്തിലെ 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ് തെളിയിക്കണം. 2 ത്രികോണങ്ങൾ, ഒരു നീല ത്രികോണം, ഒരു പച്ച ത്രികോണം തന്നിട്ടുണ്ട്. 2 സൈഡ്സ് ഈക്വൽ, ഇവിടെ 3, 4 ഇവിടെ ഈ 3, 4 പക്ഷേ ആംഗിൾ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 50 ഡിഗ്രിയാണ്, ഇതിൻ്റെ 130 ഇത് 2 നമ്മളിപ്പോൾ പഠിച്ച തത്വം ഉപയോഗിച്ചുകൊണ്ട് ഈ 2 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണ് തെളിയിക്കണം. ഒരേ പരപ്പളവാണ് തെളിയിക്കാൻ 2 ത്രികോണങ്ങൾക്ക് ഒരേ പാദവും ഒരേ ഉയരവുമാണെങ്കിൽ
അവയ്ക്ക് ഒരേ പരപ്പളവാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഒരേ ബേസാണ്. ഇതിൻ്റെ ഹൈറ്റ് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ നമ്മളിപ്പോൾ പഠിച്ച തത്വം അനുസരിച്ച് ഒരേ പാദവും ഒരേ ഉന്നതിയുമുള്ള ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തുല്യമാണെന്ന് നമുക്കറിയാം. അത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ 2 ത്രികോണങ്ങൾ കാണാം. ഒരു നീല ത്രികോണമുണ്ട്, പച്ച ത്രികോണമുണ്ട്. ഈ 2 ത്രികോണ പ്രത്യേകത, ഇതിൻ്റെ ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്. പച്ച ത്രികോണത്തിൻ്റെ ബേസ് 4 സെൻറ്റിമീറ്റർ ആണ്, ഇതിൻ്റെയും 4 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കണം. ബേസ് തുല്യമായതുകൊണ്ട് ഇതിൻ്റെ ഉന്നതി തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ മൂന്നാമത്തെ ശീർഷം ബേസിന് പാരലായ ഒരു ലൈനിലാണെന്ന് തെളിയിച്ചാൽ മതി. ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഈ വശം 4 ഈ വശം 3 ഇവിടെ 4 ഇത് 3 ആംഗിളുകളിൽ ഒരു വ്യത്യാസമുള്ളൂ. ഈ ത്രികോണത്തിൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താം. ഇതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെക്കാം. ഈ ഡി എന്ന മൂല ഇങ്ങോട്ട് വരുന്ന വിധത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ മറച്ചു വെച്ച് നോക്കാം. ശ്രദ്ധിക്കുക. ഇതേ ത്രികോണം തന്നെയാണ്, ചെറിയൊരു മാറ്റം വരുത്തിയുണ്ടോ, ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ ഈ വശം ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ 4 ഈ വശം 3 ഈ കോണ് 930 ഡിഗ്രിയാണ്. ഇതിനെ ഈ നീല ത്രികോണത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റും. കാരണം എൻ്റെ ബേസ് ഈക്വൽ ആയതുകൊണ്ട് ബേസ് തന്നെ രണ്ടിൻ്റെയും പരസ്പരം നല്ലോണം ചേർത്ത് വെക്കാൻ പറ്റി. അപ്പോൾ ഇത് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബേസ് ഈക്വലാണ്. ഇനി ഇതിൻ്റെ പരപ്പളവ് ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിലാണ് ഈ 2 ശീർഷങ്ങൾ തെളിയിച്ചാൽ മതി. അതിന് ഉന്നത തുല്യമാണെന്നൊക്കെ തെളിയിച്ചാൽ മതി. ഈ ത്രികോണങ്ങൾ നോക്കിയാൽ അറിയാം. ഈ 2 കോൺ, ഇത് 50 ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ്. 50 130 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180. അതായത് പാദകോണുകൾ അനുപൂരകങ്ങളാണ്, അല്ലെങ്കിൽ ഇത് ലീനിയർ പെയേഴ്സാണ്. അതുകൊണ്ട് ഈ 2 വശങ്ങൾ പരസ്പരം സമാന്തരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് 2 വശങ്ങളും സമാന്തരമായിരിക്കും. കൂടാതെ ഈ വശത്തിന് നിങ്ങൾ നമുക്കറിയാം 3, ഈ വശവും 3. ഇത് തുല്യവുമാണ്. ഈ വശങ്ങൾ സമാന്തരമാണ്, തുല്യവുമാണ്. അതുകൊണ്ട് ഈ മൂന്നാമത്തെ ശീർഷം ഒന്ന് യോജിപ്പിച്ച് നോക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു സാമാന്തരികമായിരിക്കും. പാദവശങ്ങൾ അനുപൂരകങ്ങളുമാണ്. ഈ 2 സൈഡുകൾ തുല്യവുമായതുകൊണ്ട് ഇതൊരു സാമാന്തരികമാണ്. നമുക്കറിയാം സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തമ്മിലുള്ള അകലം എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എപ്പോഴും തുല്യമായിരിക്കും. ഇത് h ആണെങ്കിൽ ഈ നീല ത്രികോണത്തിൻ്റെ ഉന്നതി h ആയിരിക്കും, പച്ച ത്രികോണത്തിൻ്റെ ഉന്നതി h ആയിരിക്കും. പാദവും തുല്യം, ഉന്നതിയും തുല്യം. അതുകൊണ്ട് ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവും തുല്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയും.